Good evening, all. എനിക്ക് കേൾക്കാലോ അല്ലെ? എന്റെ വോയിസ് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾ മാക്സിമം ആളുകൾ ക്യാമറയിൽ വരികയാണെങ്കിൽ നമ്മുടെ സെഷൻ ഒന്നുകൂടെ എനിക്ക് നിങ്ങളെ കണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു തുടക്കത്തിൽ തന്നെ നിങ്ങളെ ചോദ്യം ചോദിക്കുകയല്ല, ആദ്യം തന്നെ നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ്. കേൾക്കാം അല്ലേ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഷാനി മാം. എന്നെ കേൾക്കാമെന്ന് പറയുന്നു. അതേപോലെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഇന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു വന്ന ടോപ്പിക് എന്താണ്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്? ടോപ്പിക് കണ്ടിട്ടില്ലേ എല്ലാരും? എന്തുകൊണ്ടാണ് ആക്ഷൻസ് എടുക്കുമ്പോൾ സ്റ്റക്ക് ആയി പോകുന്നത്? ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അല്ലേ? അങ്ങനെ ഒരു ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ട്, ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ എടുത്ത കഴിഞ്ഞ സക്സസ് ഫോർമുല പാർട്ട് 1 നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സക്സസ് ഫോർമുല പാർട്ട് 1 നമ്മുടെ സക്സസ് ഫോർമുലയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കാര്യങ്ങൾ. എന്താണ്? നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം, പ്ലാനിങ് ഉണ്ടായിരിക്കണം, നമ്മളൊരു പോസിറ്റീവ് സർക്കിളിലായിരിക്കണം, ഫൈനലി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം. ഇതായിരുന്നു നമ്മൾ അവിടെ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങാണ്. നിങ്ങൾക്കിപ്പോ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഇതൊക്കെ ഉണ്ട്, ഗോൾ ഉണ്ട്, വിഷൻ ഉണ്ട്, കുറെ പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ആക്ഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റക്കായി പോകുന്നു. വിചാരിച്ച കാര്യങ്ങൾ, ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആക്ഷൻ എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം അല്ലേ? ഇല്ലേ? നമുക്ക് ആക്ഷൻ എടുക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടുമോ? യെസ് ഓർ നോ? ഇല്ല. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്നവരുമാണ് നമ്മൾ. അതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഒരുപാട് ആളുകൾ പലരും ഗോൾ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, അതിന് എന്ത് ചെയ്യണമെന്നും കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ആക്ഷൻ എടുക്കണം എന്നറിയാം. പക്ഷേ ആക്ഷൻ എടുക്കാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് സ്റ്റക്കാണ്. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുകയും ചെയ്യായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് എന്നുള്ളത്. ഒന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മടി, ദെൻ എനിത്തിങ് എൽസ്? മടി ഉണ്ട്, ഫിയർ ഉണ്ട്, ഉറക്കം ഉണ്ട്, മടിയാണ് കൂടുതലായിട്ട്. ദെൻ കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല. എന്താണ് ബഷീർ സർ? മടിയുണ്ട്, ഫിയർ ഉണ്ട്, പിന്നെ കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല. ഫിയർ എന്നാണ് അധികം ആളുകളും പറയുന്നത്. ഫിയർ അല്ലേ? ഫിയർ ഒരു ഫാക്ടറാണ്. ഫിയർ ഉണ്ട്, അലസത ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റീസൺസ് ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോ കോൺഫിഡൻസിന്റെ കുറവുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. കോൺഫിഡൻസിന്റെ കുറവുണ്ട്, അതേപോലെ തന്നെ മടിയുണ്ട്, ഫിയർ ഉണ്ട്. ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, കോൺഫിഡന്റ് അല്ല. ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇല്ലേ? അപ്പൊ കൃത്യമായിട്ട് സത്യം പറഞ്ഞ നിങ്ങളിങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല? പേടിയാണ്, കോൺഫിഡന്റ് ഇല്ല, തുടക്കത്തിലെ ഉത്സാഹം നഷ്ടപ്പെടുകയാണ്. പല കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ തൽക്കാലം നിങ്ങളുടെ റിപ്ലൈ കിട്ടി, മ്യൂട്ട് ചെയ്യാണ്. ഇനി നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട്, നോളേജ് കുറവാണ്. അപ്പൊ തൽക്കാലം ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാണ്. ലാസ്റ്റിലേക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരും. ഇനി നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പനി ഒരിക്കലും രോഗമല്ല, രോഗത്തിന്റെ സിംറ്റം ആണെന്ന് പറയാറുണ്ടല്ലേ നമ്മള്? അതേപോലെ നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ,
ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ അതിന്റെ ഒരു സിംറ്റം ആയിട്ട്, പക്ഷെ അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസണിലേക്ക് എന്തുകൊണ്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ. ഒരു ചലഞ്ച് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഫേസ് ചെയ്യുന്ന ചലഞ്ച്, എന്തുകൊണ്ട് ഞാൻ ഈ ചലഞ്ച് ഫേസ് ചെയ്യുന്നു, അത് അറിഞ്ഞാലല്ലേ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. യെസ് ഓർ നോ? കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല അല്ലെ. അതായത് ടു ദ പാത്ത് അല്ലെ, ദ പാത്ത് ടു സക്സസ് ഇസ് ടു ടേക്ക് മാസീവ് ഡിറ്റർമിൻഡ് ആക്ഷൻ എന്നാ പറയുന്നത്. അതായത് സക്സസിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, അതായത് സ്ട്രോങ് ആയിട്ടുള്ള നിശ്ചയദാർഢ്യമുള്ള എന്ന് പറയാം. അതേപോലെ തന്നെ വളരെ ലാർജ് അളവിലുള്ള ആക്ഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, വിജയത്തിലേക്ക്. അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്, മാസീവ് ആക്ഷൻ ആണ്, ഡിറ്റർമിൻഡ് ആക്ഷൻ ആണ്. ഇത് പറഞ്ഞത് നമ്മുടെ ടോണി റോബിൻസൺ ആണ്. ടോണി റോബിൻസ്. ഓക്കെ. അപ്പൊ ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും, നമ്മളിപ്പോ ഗോൾ സെറ്റ് ചെയ്യുക, എഴുതി വെക്കുക, വിഷ്വലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു ടൂൾസ് ആണ്. നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതിൽ സംശയമില്ല, നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റും. അതും നമ്മൾ പറയാറുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ട അല്ലെ, കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയും ശരി, പക്ഷെ കഠിനാധ്വാനം ചെയ്യേണ്ട നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ആക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും എന്തുണ്ട്, ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ സക്സസ് ഫോർമുലയുടെ സെക്കൻഡ് പാർട്ടാണ്. തേർഡ് പാർട്ടും വരുന്നുണ്ട് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടാവണം, നമ്മുടെ സെഷനിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ 4 കാരണങ്ങളാണ്, കോമൺ ആയിട്ട് 4 റീസൺസ് ആണ് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള കാരണം. നിങ്ങൾ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ, ഉത്സാഹമില്ല, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, നോളജ് കുറവുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ്, ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് 4 കാരണങ്ങളാണ്. ആ 4 കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അതിനാണ്. അപ്പൊ ആ 4 കാരണങ്ങൾ ഇതിൽ എന്താണ് എന്നുള്ളത് വളരെ, നിങ്ങൾ ഒരു സെഷൻ ചിലപ്പോൾ ഇതിന്റെ എൻഡ് ഓഫ് ദ സെഷന്റെ മെഡിറ്റേഷൻ മാത്രം അറ്റൻഡ് ചെയ്യാൻ വന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് പറ്റുമെങ്കിൽ ഒരു പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എന്താണ് ആ ഫാക്ടർ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അതായത് മെയിൻ ആയിട്ട് ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള 4 കാരണം, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന ലാക്ക് ഓഫ് സംതിങ് ആണ്. ലാക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെയോ കുറെ കുറവ്. അതിൽ ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോളേജ് ഇല്ലാത്തതിന്റെ ഇതുണ്ട് അല്ലെ. അതെന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംഗതി വാങ്ങണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ചെയ്യണം, അത് നിങ്ങൾക്ക് പറ്റാത്തത് എന്തെങ്കിലും ഒരു ലാക്ക് ആയിരിക്കാം, എന്തെങ്കിലും ഒന്ന് ഇല്ലായ്മ ആയിരിക്കാം. അതാണ് ഒരു റീസൺ. ലാക്ക് ഓഫ് സംതിങ് ആണ്. അതിൽ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കണ്ടെത്തണം. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യമേ മനസ്സിലാക്കുന്നുണ്ടാവും, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് മാത്രമായിരിക്കും പറയുന്നത്, പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ലാക്ക് ഓഫ് സംതിങ് ഉണ്ട്. ഇനി സെക്കൻഡ് വൺ ഫിയർ ഓഫ് സംതിങ് ആണ്. നമ്മൾ ഓരോന്നായിട്ട് പറയും. ഒന്ന് ലാക്ക് ഓഫ് സംതിങ് ആണ്, സെക്കൻഡ് വൺ ഫിയർ ഓഫ് സംതിങ് ആണ്. എന്തിനൊക്കെയോ പേടി, അതെന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഫിയർ ഓഫ് സംതിങ്, ചില കാര്യങ്ങളൊക്കെ പേടി എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ കൃത്യമായിട്ട് എന്തിനെയാണ് പേടി എന്നുള്ളത് ചിലപ്പോൾ രണ്ടും കണക്ട്, ഈ ലാക്ക് ഓഫ് സംതിങ്ങും ഫിയർ ഓഫ് സംതിങ്ങും കണക്റ്റഡ് ആയിരിക്കും. ഒന്നിനെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ, ഒന്നിനെ പരിഹരിച്ചാൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഒന്നിനെ മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മറ്റതും കൂടെ സോൾവ് ആയി പോകുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ലാക്ക് ഓഫ് സംതിങ് ഉണ്ടാകും, ഫിയർ ഓഫ് സംതിങ് ഉണ്ടാകും, സെക്കൻഡ് വൺ. തേർഡ് വൺ ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ് എന്ന് പറയും. ഡിസ്ട്രാക്ഷൻ ആണ്, അതായത് നമ്മളുടെ ശ്രദ്ധയെ മാറ്റുന്ന, നമ്മളുടെ ഗോളിലേക്കുള്ള ഫോക്കസിനെ, നമ്മുടെ ആക്ഷനിലേക്കുള്ള ഫോക്കസിനെ നമ്മൾ വഴി തിരിച്ചു വിടുന്ന കുറെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ലേസിനെസ് ഉണ്ട്. ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോവുകയാണ്. നാലാമത്തെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഇൻഫ്ലുവൻസും ഈ ഒരു ഡിസ്ട്രാക്ഷനും തമ്മിൽ കുറച്ച് കണക്റ്റഡ് ആണ് കേട്ടോ. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനമാണ്. പലരുടെയും സ്വാധീനം കൊണ്ട് ആ സ്വാധീനം ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും ആ സ്വാധീനം. പക്ഷെ ഡിസ്ട്രാക്ഷൻ, ആ മൊബൈൽ യൂസ് ഡിസ്ട്രാക്ഷൻ ആണ്, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് സംതിങ് ഉണ്ട്,
ഫിയർ ഓഫ് സംതിങ് ഉണ്ട്. തേർഡ് വൺ ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ് ആണ്. ഇവിടെ ഫാത്തിമ മാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ്. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചില സംഗതികളുടെ ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ്. ഈ 4 കാര്യങ്ങളല്ലേ കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളല്ലേ? യെസ് ഓർ നോ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ചിലപ്പോൾ ലാക്ക് ഓഫ് സംതിങ് ആണ്, ചിലപ്പോൾ ഫിയർ ഓഫ് സംതിങ് ആണ്, ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ് ആണ്, അതേപോലെ തന്നെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ് ആണ്. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. യെസ് ഓർ നോ? അങ്ങനെ തോന്നിയിട്ടില്ല? ഇനിയിപ്പോ അത് എന്താണെന്ന് ഓരോന്ന് നമുക്കത് കൃത്യമായിട്ടും അത് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 കാര്യങ്ങൾ നമ്മൾ എഴുതി നോക്കുക. എന്നിട്ട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്നിന്റെയും നിരം, ലാക്ക് ഓഫ് സംതിങ് എന്തൊക്കെയാണ് എനിക്കില്ലാത്തത്. അതേപോലെ തന്നെ സെക്കൻഡ് ഫിയർ ഓഫ് സംതിങ് എന്തിനൊക്കെയാണ് എനിക്ക് പേടിയുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ് എന്തൊക്കെയാണ് എന്നെ ഡിസ്ട്രാക്റ്റഡ് ആക്കി മാറ്റുന്നത്. ഞാൻ ഇങ്ങനെ നേരെ പോകുമ്പോൾ എന്നെ ഡിസ്ട്രാക്ട് ആക്കി മാറ്റുന്നത് എന്തൊക്കെയാണ്. ഫോർത്ത് വൺ ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ് ഓർ സംവൺ. ഇത് സംതിങ് ആവാം, സംവൺ ആവാം. സംതിങ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോൾ വ്യക്തികളാവാം, അല്ലെങ്കിൽ വസ്തുക്കളാവാം. ചില സംഗതികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാറില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ലാക്ക് ഓഫ് സംതിങ്ങിൽ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് ലാക്ക് ഓഫ് ഗോൾസ് ആണ്. ചില ആളുകൾക്ക് എന്തുണ്ടാവില്ല, ഗോൾ സെറ്റ് ചെയ്യില്ല. അവർക്ക് ഒരുപാട് ഡ്രീംസ്. ഈ ഡ്രീംസും ഗോൾസും തമ്മിൽ എൻറ്റോളി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വല്ലാത്ത വ്യത്യാസങ്ങളുണ്ട്. ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ ഇങ്ങനെ ആ തോട്ട്സ് പോലെ ഇങ്ങനെ കടന്നു പോകുന്ന, വല്ലാണ്ട് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അതില്. അപ്പൊ നമുക്ക് വലിയ പണക്കാരനാവണം, അതൊരു ഡ്രീമാണ്. എൻ്റെ ഒരു സ്വപ്നമാണ് വലിയൊരു പണക്കാരനാവണം. ആ സമയം അതൊരു ഡ്രീമാണ്. അതേസമയം നമ്മൾ ഇത്ര വർഷം കൊണ്ട് ഇന്ന ജോലി ചെയ്തിട്ട് എനിക്ക് ഇത്ര ക്യാഷ് ഉണ്ടാക്കണം, എനിക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതെന്തായി, അത് സെറ്റ് ചെയ്തൊരു ഗോളായി. അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് ഗോൾസ് കൊണ്ട് പല തരത്തിൽ നമുക്ക് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഗോൾസ് ആണ് ഒന്നാമത്തത്. ഗോൾ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഗോൾസ് ഉണ്ട് എന്നല്ലേ. അപ്പൊ ഗോൾസ് സെറ്റ് ചെയ്യാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ട്, ഓൺലി 3% ഓഫ് ദ പീപ്പിൾ, ആകെ 3% ആളുകളാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഓൺലി 3 പീപ്പിൾ. നമ്മളിപ്പോ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ 3% പീപ്പിൾ മാത്രമാണ് സക്സസ്ഫുൾ ആകുന്നത്. ബാക്കിയുള്ളവർ പല രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ആക്ഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ചില സമയത്ത് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ സ്റ്റക്കായി പോകുന്നു, എത്തുന്നില്ല വീണ്ടും. അങ്ങനെ ഒരുപാട് ഡീപ്പ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു സെഷൻസിന്റെ സക്സസ് ഫോർമുലയുടെ കണ്ടിന്യൂസ് സെഷനിൽ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ലാക്ക് ഓഫ് ഗോൾസ് മാത്രമാണോ? ലാക്ക് ഓഫ് ബിഗ് തിങ്കിങ്. ചിലർക്ക് ഗോൾ സെറ്റ് ചെയ്യാനിരുന്നാലും ഒരു ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. എന്താ ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല്? അല്ലെ, ബിഗ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചിന്തിക്കുക, വലിയ ഗോൾ, വലിയ കാര്യങ്ങളെ കുറിച്ച്, ഒരുപാട് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് പേടിയായിരിക്കും. അതിന് പിന്നിൽ കുറെ കാരണങ്ങളുണ്ട്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മൾ കേട്ട് പഠിച്ച, കണ്ടു പഠിച്ച, നമ്മളെ മറ്റുള്ളവർ പഠിപ്പിച്ച വിട്ട കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലോ അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ മാത്രം നമുക്ക് പറ്റുമോ, അതൊക്കെ തെറ്റല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ട്, അതൊക്കെ അത്യാഗ്രഹമല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പൊ അവിടെ എന്തില്ല, ആ ബിഗ് തിങ്കിങ്. ഇത്രയൊക്കെ എത്ര ക്രോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ക്രോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ, അത്രയൊക്കെ പാടുണ്ടോ എന്നുള്ളൊരു ആ ഒരു ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഒരു ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ് കാരണം നമുക്ക് ബിഗ് തിങ്കിങ് ഉണ്ടാവില്ല. അതും ഒരു കാരണമാണ്. പിന്നെ ചില ആളുകൾക്ക് ലാക്ക് ഓഫ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞ പ്ലാനിങ് ഉണ്ട് എന്ന് പറയും, പക്ഷെ ആ പ്ലാനിങ് ചിലപ്പോ ആ പ്ലാനിങ് നമുക്ക് ചിലപ്പോൾ ഫെയിൽ ആവുന്ന സമയത്ത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. ആ ആക്ഷൻ പാർട്ട് സ്റ്റോപ്പ്. എല്ലാ പ്ലാൻസും വർക്ക്ഔട്ട് ആവണമെന്നുണ്ടോ? യെസ് ഓർ നോ? നമ്മുടെ എല്ലാ പ്ലാൻസും വർക്ക്ഔട്ട് ആവുമെങ്കിൽ നമ്മൾ എന്നേ സക്സസ്ഫുൾ ആയി പോയേനെ. എല്ലാം വർക്ക്ഔട്ട് ആവോ? യെസ് ഓർ നോ? ആയിക്കോളും നിർബന്ധമുണ്ടോ? ഇവിടെ ആരും ഇല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ? നോ. ഓക്കെ. അപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ റീപ്ലാനിങ് ചെയ്യാൻ നമുക്ക് പറ്റണം. റീപ്ലാനിങ്, അതാണ് ലാക്ക് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ റീപ്ലാനിങ്ങിന്റെ കുറവ് കൊണ്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, സ്റ്റക്കായി പോകും. അതേപോലെ നേരത്തെ ഇവിടെ ഒരാൾ ടൈപ്പ് ചെയ്ത് ലാക്ക് ഓഫ് നോളേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാക്ക് ഓഫ് നോളേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ക്രൂഷ്യൽ. എങ്ങനെ ഹൗ ടു ഡു അല്ലെങ്കിൽ വാട്ട് ടു ഡു എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ, എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിയില്ലെങ്കിൽ
അല്ലെ? നമുക്കിപ്പോ ഒരു ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഡിഷ് ഉണ്ടാക്കണം, ഒരു കറി ഉണ്ടാക്കണം, ഒരു എന്താ പറയാ, ഒരു മീൽസ് ഉണ്ടാക്കണം. ആ സമയത്ത് നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾക്കത് ആക്ഷൻ എടുക്കാൻ തോന്നുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അറിയാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഫൈനൽ പ്രൊഡക്റ്റ് ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മളത് പഠിക്കണം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? അറിയാത്ത കാര്യങ്ങൾ പഠിക്കാതെ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ അവിടെ നോക്കണം. എനിക്ക് ഫിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഫിയർ ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കയറാൻ ഫിയർ ഉണ്ട്. ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഫിയർ ഉണ്ട്. ഒരാളായിട്ട് സംസാരിക്കാൻ, ഒരാളുടെ മുഖത്തോട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഫിയർ ഉണ്ട്. ആ ഫിയർ ഉണ്ടെങ്കിൽ ആ ഫിയറിന്റെ പിന്നെ ഒരു ഫാക്ടർ ഉണ്ട്. എന്തുകൊണ്ടാണ് ഫിയർ വരുന്നത്? കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പറയും. ഈ കോൺഫിഡൻസ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ആയിട്ട് വേറൊരു ഫിയർ കയറി വരും. പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ള പേടി, അവരെ എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യുമെന്ന്, അങ്ങനെ ഒരുപാട് പേടികൾ അല്ലേ? അവിടെ നിങ്ങൾ നോളേജ് എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു നോളേജ് പാർട്ട്, ഇതിലൂടെ പോയാൽ മതി. നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഒരു സ്ഥലത്ത് പോകണം, ഇപ്പൊ കാലിക്കറ്റ് പോകണം. കാലിക്കറ്റ് പോകണമെങ്കിൽ ആര് പോകണം? ആരാ പോണ്ടേ? നിങ്ങൾ പോണ്ടേ? നിങ്ങൾ പോണ്ടേ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേറെ ആളെ കൂട്ടും, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ആ കൃത്യമായ റൂട്ട് അറിയാമെങ്കിൽ, ആ ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് വണ്ടിയുണ്ട്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു കൂട്ടുന്ന ഒരാളെ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കൂടെ വരാൻ അയാൾ വില്ലിങ് ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാകാം. ആൾ ആ സമയത്ത് ഫ്രീ ആവണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത്, ഉദ്ദേശിച്ച സമയത്ത്, ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ നിങ്ങൾക്ക് പറ്റുമോ? If you are waiting for another person to support you always, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റില്ല. നോളേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നോളേജ്, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോളേജ് പാർട്ട് അത് ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ കാര്യങ്ങൾ നമുക്ക് എന്താകും, അതും കൂടെ നമ്മളിൽ നിന്ന് ആ ഒരു പേടി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും. ഇനിയും ഉണ്ട് കുറെ കാര്യങ്ങൾ. ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്, അല്ലെ? അതുകൊണ്ട് ഫിയർ ഫാക്ടറിൽ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ ഉണ്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, ലാക്ക് ഓഫ് നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസിനെ ഫില്ല് ചെയ്യാനാണ് നോളേജ് പാർട്ട്. ചിലപ്പോൾ ലാക്ക് ഓഫ് ഹോപ്പ് ഉണ്ടാകാം. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റും, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഭാവിയെ കുറിച്ച് അല്ലേ വലിയ പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ പോകുന്ന ആ ഒരു രീതിയിലായിരിക്കും ചിലർക്ക് ലാക്ക് ഓഫ് സപ്പോർട്ട് ആയിരിക്കാം, ചിലർക്ക് ലാക്ക് ഓഫ് ഗൈഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ ലാക്ക് ഓഫ് അവയർനെസ് ആയിരിക്കാം, ഇങ്ങനെ എന്തും ആവാം. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഇരുന്നിട്ട് ലാക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലാക്കിൽ എനിക്ക് എന്താണ് ഇല്ലാത്തത്? എനിക്ക് ഗോൾസ് ആണോ ഇല്ലാത്തത്? എനിക്ക് ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് ആണോ ഇല്ലാത്തത്? എനിക്ക് പ്ലാനിങ്, റീപ്ലാനിങ് ആണോ ഇല്ലാത്തത്? എന്റെ നോളേജ് പാർട്ട് വീക്കാണോ? ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലേ? അതേപോലെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. ഇൻസ്പിറേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ ആരെ അപ്രോച്ച് ചെയ്യണം? ഇത് അറിയാവുന്ന ആളുകളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് എനിക്കിത് പഠിക്കാൻ പറ്റുമോ? അവരെന്നെ ഇൻസ്പയർ ചെയ്യുമോ, എന്നെ മോട്ടിവേറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരണ്ട? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. അതേപോലെ മോട്ടിവേഷൻ, എനിക്ക് മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലേ? കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ആർക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഈ കാര്യങ്ങൾ സ്വയം ഇങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്നിട്ട്, പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കീപ് എ സ്റ്റുഡന്റ് മൈൻഡ് സെറ്റ്. പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവരുടേതായ, ഞാനിപ്പോ പറയുന്നത് എന്റേതായ ഒരു രീതിയിലായിരിക്കും, പക്ഷെ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ. യെസ്, ഇതാണ് എനിക്ക് മിസ്സിങ് ആയിട്ടുള്ളത്, എനിക്കിതില്ല, എനിക്ക് ഈ ഒരു പാട്ടില്ല, അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതൊന്ന് ഫില്ല് ചെയ്യാം. അതേപോലെ ഫിയർ ഓഫ് സംതിങ്, ഫിയറിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞ കംഫർട്ട് സോൺ ഇതല്ലാണ്ടായി പോകുമോ എന്നുള്ളൊരു പേടി, അല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്കറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളിന്റെ വലുപ്പം നിങ്ങൾക്ക് അറിയാം, അല്ലെ? അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നും നിങ്ങൾക്കറിയാം. ആ ആക്ഷൻ എടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടെന്നും ചിലപ്പോൾ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ ഉറക്കം പോക്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുവോ? യെസ് ഓർ നോ? എടുക്കുവോ? ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, എടുക്കില്ല. കാരണം ഈ കംഫർട്ട് സോൺ, തീർച്ചയായിട്ടും നോളേജ് പാർട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോളേജ് പാർട്ട് തന്നെ, എങ്ങനെ എന്നുള്ള അറിവില്ലായ്മ തന്നെയാണ്.
അപ്പൊ ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സുഖമുണ്ട്. എനിക്കറിയാം, ഞാൻ ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ, ഞാൻ ഒന്ന് മെനക്കെട്ട് എന്റെ ഗോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അത് പ്രകാരം ഞാൻ ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് രാവിലെ എണീറ്റ് നല്ല സേവേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ എനിക്കിതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇത് ചെയ്യുന്നതിനേക്കാൾ ആ സമയത്ത് എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വല്ലാത്തൊരു സുഖം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സുഖം ഞാൻ എണീറ്റ് പോയി ആക്ഷൻ എടുക്കുമ്പോൾ ഇല്ലാണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പൊ മഴയൊക്കെ പെയ്തപ്പോ വല്ലാത്തൊരു സുഖമാണ്. ആ സുഖം ഇല്ലാണ്ടാവുകയാണ്. അതൊരു കംഫർട്ട് സോൺ ആണ്. ഞാനിവിടെ കംഫർട്ട് ആണ്. ഞാനിപ്പോ കുറച്ച് പണിയെടുത്താൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. 2-3 വർഷം കഴിയുമ്പോഴായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് ഞാൻ എത്തുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന വേറൊരു സുഖമുണ്ട്. ആ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ആ ഒരു കംഫർട്ട് സോണിൽ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ സേഫ് ആണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അല്ലേ? ശരിയല്ലേ? യെസ് ഓർ നോ? അങ്ങനെയല്ലേ? യെസ്. ഈ ഫിയറിൽ പറയുന്ന കാര്യങ്ങള്, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്, പരാജയപ്പെടുമോ എന്നുള്ള പേടി. എന്തുകൊണ്ടാ പരാജയപ്പെടുന്നത്? നിങ്ങൾ പറഞ്ഞു. വാട്ട്സ് ദ റീസൺ ഫോർ ഫെയിലിയർ? പരാജയപ്പെടാനുള്ള കാരണം എന്താ? എപ്പോഴെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? യെസ്, പരാജയപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണം? എന്താ പരാജയപ്പെടാനുള്ള കാരണം? എന്താ? ചെയ്ത സംഗതി ശരിയാവാതിരിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ലേണിംഗ് പാർട്ടാണ് അവിടെ ഇമ്പോർട്ടന്റ്. അറിവില്ലായ്മയാണ്. നമുക്കറിയാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ കാർ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വമ്പം പരാജയമായിരിക്കും. ആള് തന്നെ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല. അതേസമയം അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ, സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് പിടിക്കാൻ അറിയാത്ത ഒരാൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പരാജയമായിരിക്കും. ഈ കാര്യങ്ങൾ അറിയാത്ത ഒരാൾ. അതേപോലെ തന്നെയാണ്, നീന്താൻ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പരാജയം തന്നെയായിരിക്കും. അത് പഠിക്കാണ്ട് ഫിയർ ഓഫ് ഫെയിൽ പരാജയപ്പെടുമോന്ന്, ബിസിനസ് ചെയ്യാൻ ബിസിനസിന്റെ ABCD അറിയാത്ത ഒരാള്, ബിസിനസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളും ബിസിനസ് ചെയ്യാറുണ്ട് എങ്കിലും ആ ഒരു സക്സസിലേക്ക് എത്തണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാള് എങ്ങനെ സെയിൽ ചെയ്യണം, എങ്ങനെ കസ്റ്റമറെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അവർക്ക് ഗൈഡൻസ് കൊടുക്കണം, എങ്ങനെ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ബിസിനസ്സിൽ കൊണ്ടുവരണം, തന്റെ അതേ ബിസിനസ് അപ്പുറത്തുള്ള ആൾ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് കോമ്പറ്റ് ചെയ്യാതെ അതിനേക്കാൾ മുന്നിലേക്ക് പോകണമെങ്കിൽ എന്റെ ബിസിനസ്സിൽ ഞാൻ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാള് ബിസിനസ് ചെയ്യാൻ പോയാൽ, പാട്ട് ശരിക്കും പഠിക്കാത്ത ഒരാൾ പാടാൻ പോയാൽ വമ്പം പരാജയമായിരിക്കും. അയാൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവും അത്. അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് ആ ഫിയർ ഫാക്ടർ എന്ന് പറയും. ഫിയർ ക്രിറ്റിസിസം ഉണ്ട്. മറ്റുള്ളവര് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി. നമ്മൾ ഇതേപോലെ ഒന്നും അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് അറിയാണ്ട് വണ്ടി എടുത്ത് നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, എന്താടാ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നൊക്കെ ചോദിക്കും. അതിന് നമ്മൾ പേടിച്ചിട്ട് ഞാൻ വണ്ടിയെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അത് പഠിക്കണം. അതേപോലെ അൺസെർട്ടനിറ്റി, ഫിയർ ഓഫ് അൺസെർട്ടനിറ്റി ഉണ്ട്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു, നമുക്കറിയാം, നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് വല്ലാത്തൊരു അൺസെർട്ടനിറ്റി ആയിരുന്നു. എന്താ വരാൻ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്താകും എന്നുള്ള പേടിയിൽ ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരുന്നവരും ഉണ്ട്. അതേപോലെ ആ സമയത്ത് നാളെ എന്തോ ആയിക്കോട്ടെ, ഇന്നത്തെ ഈ സിറ്റുവേഷനെ, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ എന്താവണം എന്നുള്ളത് നമ്മൾ തന്നെയാ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്ത് യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ എന്താവും എന്നുള്ളതിനെ ആലോചിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണോ വേണ്ടത്? അതാണ് ആ ഫിയർ ഫാക്ടർ. അവിടെയും നമ്മൾ ചിലത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ആ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു ഫാക്ടർ ഓട്ടോമാറ്റിക്കലി എന്താവും, അവിടെ സോൾവ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ അടുത്ത ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ് ആണ്. നിങ്ങളെ ഡിസ്ട്രാക്ട് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഡൈവേർട്ട് യുവർ അറ്റൻഷൻ ഫ്രം ഗോൾസ്, യുവർ ആക്ഷൻ. നമ്മുടെ ആക്ഷനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് പോകുന്ന എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലേ? ഡിസ്ട്രാക്ഷൻസ് ആണോ അത്? ഷോർട്ട് വീഡിയോസ്, ലേസിനെസ്, എന്താ പറയാ,
നീട്ടി വെക്കുന്ന പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ക്യാരക്ടർ അല്ലേ, അതേപോലെ തന്നെ ലേസിനെസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ആണ്. സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മുടെ എൻവിയോൺമെന്റ് ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അതായത് മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാം. നമ്മൾ ബേസിക് ആയിട്ട് ആ കറന്റ് മൊമെന്റ്, പ്രസന്റ് മൊമെന്റിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാണ് വേണ്ടത്. എങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തെ, ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില ഫുഡ് കൺട്രോൾസ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ചിലപ്പോൾ നമ്മളത് ചെയ്തു എന്ന് വരില്ല. അവിടെ എന്താണ്? അതാണ് മനുഷ്യന്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറയും. പ്ലഷർ പ്രിൻസിപ്പിൾസ്, നിലവിലുള്ള സുഖത്തെ, ആ ഒരു സന്തോഷത്തെ നമ്മൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോകും. ആ ഫോൺ വിളി ഡിസ്ട്രാക്ഷൻ ആണ്. മൊബൈലിൽ വരുന്ന നമ്മളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മൊബൈൽ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു, അത് ഡിസ്ട്രാക്ഷൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റ് ഡിസ്ട്രാക്ഷൻ ആണ്. എൻവിയോൺമെന്റിലുള്ള എല്ലാ കാര്യം ഡിസ്ട്രാക്ഷൻ ആണെന്നല്ല, പല കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യമായിട്ട് നമ്മുടെ ഗോളുമായിട്ട് ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ വന്നിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എന്താണ്? ഫ്രണ്ട്സ് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആണ് അല്ലേ? അതേസമയം നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ള ഒരു ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ചെയ്ത വലിയ നേട്ടങ്ങൾ കിട്ടാനുണ്ടെന്ന് നമുക്കറിയാം, എന്നിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഈ അഡിക്ഷൻസും കാര്യങ്ങളും. ഈ അഡിക്ഷൻസ് ഒക്കെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഫ്രണ്ട്സ് അഡിക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അഡിക്ഷൻ, ഇതൊക്കെ എന്താണ്? നെഗറ്റീവായിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും, നമ്മൾ എന്തെങ്കിലും ഒഴിവ് കഴിവുകളൊക്കെ പറയും, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അവൻ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റവർ വിളിച്ചുകൊണ്ടാണ്, ആ കോള് വന്നുകൊണ്ടാണ്, ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് പറയാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാ അല്ലേ? ആ വിരുന്നുകാർ വന്നുകൊണ്ടാണ്, അതിനൊക്കെ നമ്മൾ കാരണം കണ്ടെത്തും അല്ലേ? അപ്പൊ ഈ അതേപോലെ തന്നെ നാലാമത്തെ എന്തായിരുന്നു? ഇൻഫ്ലുവൻസ് ഓഫ് സംവൺ ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് സംവൺ സംതിങ് ഞാൻ പറഞ്ഞു. ഈ ഇൻഫ്ലുവൻസ് പറയുന്ന ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് പറയാം. സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, ഇൻഫ്ലുവൻസ് അല്ല. അതേസമയം നല്ല കാര്യങ്ങളിലേക്ക്, പോസിറ്റീവിലേക്ക് നമുക്ക് നയിക്കാൻ വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറയുന്ന വിരുന്നുകാര്, ഫാമിലി, നമ്മുടെ കിഡ്സ്, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയോട് അല്ലേ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവരല്ലേ? നമുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇതൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ നമുക്ക്? യെസ് ഓർ നോ? ഇതൊക്കെ ഇല്ല, മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അവിടെയും സ്റ്റേബിൾ ആയി നിൽക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ഈ ഇൻഫ്ലുവൻസിനെ നമുക്ക് പോസിറ്റീവായിട്ട്, ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോളേജ് അല്ലെങ്കിൽ ലേണിംഗ് പാർട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അതേപോലെ തന്നെ നമ്മൾ ലേണിംഗ് പാർട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൂട്ടി നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് വന്ന് നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ബിഹേവിയറിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മളെ പിന്നോട്ട് ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഈ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കിഡ്സും, നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഈ ആളുകളൊക്കെ അവർ നമ്മളോട് കമ്മിറ്റഡ് ആയിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെയും ചേഞ്ച് വരുത്തേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? നമ്മൾ അവര് മാറി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ സപ്പോർട്ട്, നമ്മളെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അവർക്ക്, പക്ഷെ ഈ കമ്മിറ്റ്മെന്റ്സ് തിരിച്ച് അവർ ഇങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. അതിന് എക്സാമ്പിൾ ആണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. എന്റെ ഫാമിലി, ഇപ്പൊ എനിക്ക് എന്റെ എന്താ പറയാ, ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട് അല്ലേ? അതേപോലെ തന്നെ അങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ വീട്ടിലുണ്ട്. പക്ഷെ എനിക്ക് ഐ ക്യാൻ ഡു ദ സെഷൻ ഹിയർ. എനിക്ക് നിങ്ങൾക്ക് സെഷൻ എടുത്ത് തരാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ നമ്മുടെ വാല്യൂ കൂട്ടുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ ലേണിംഗ് പാർട്ട് കൂടി വാല്യൂ കൂട്ടുന്ന സമയത്ത് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അത് അവരെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇതിന് ഇങ്ങനെയൊക്കെ കുറെ വെറുതെ പോയി സെഷനിൽ ഇരിക്കുന്ന അല്ല, വെറുതെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിലൂടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു അവര് കാണാണ്. ആ സമയത്ത് ദേ വിൽ ഈ കമ്മിറ്റ്മെന്റ്, നമ്മൾ അവരോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതിന് പകരം അവർ ഇങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചു കൊടുക്കും. അവിടെയും സ്റ്റാർട്ടിങ് എവിടെയാണ്?
നമ്മൾ ഈ പറഞ്ഞ വിരുന്നുകാര് വരാ, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് തന്നെ അവരെ കുറിച്ച് വിചാരിക്കാനും ഇല്ലേ. ഇനി അങ്ങനെ വിചാരിച്ച് നടക്കുന്നവർ വിചാരിക്കട്ടെ, കാരണം ആ 97% ഓഫ് പീപ്പിളിൽ പെട്ടവരാണ് അവര്. നിങ്ങൾ എന്ത് ചെയ്യാ, ഈ 3%ലേക്ക് വരാൻ നോക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ നിങ്ങളും ഓൾവേസ് അതിലേക്ക് പോവാനാണോ? അവിടെയാണ് നമ്മൾ നമ്മളിൽ മാറ്റം വരുത്തുക. ഈ ആക്ഷൻ എടുക്കാൻ വേണ്ടി, ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. എന്താണ് ആദ്യം എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ അതിലാം ചെയ്യേണ്ടത് ആദ്യം എന്താണെന്നറിയോ? ഈ ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ. ഞാൻ ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് ലാക്ക് ഓഫ് സംതിങ് ആണോ? എന്ത് ആക്ഷൻ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറയാവോ, എന്ത് ആക്ഷൻ എടുക്കാനാണ്? അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ലാക്ക് ഓഫ് സംതിങ്, എനിക്ക് എന്താണ് ഇല്ലാത്തത്? ഈ ആക്ഷനിലേക്ക് എന്നെ എത്തിക്കുന്ന എന്താണ് എനിക്കില്ലാത്തത്? അതേപോലെ ഈ ആക്ഷനിലേക്ക് എന്നെ എത്തിക്കുന്നതിന് എനിക്ക് എന്താണ് ഫിയർ ഫാക്ടർ ഉള്ളത്? ഞാൻ എന്താണ് അല്ലെ, എന്താണ് ഞാൻ എന്നിലുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്നിലുള്ള എനിക്ക് ചിലപ്പോൾ ഈ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാണല്ലോ. അത് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരുടെ ഹെൽപ്പാണ് തേടാൻ പറ്റുക? ഞാൻ എന്താണ് അതിന് പഠിക്കേണ്ടത്? ഞാൻ ചിലപ്പോൾ എന്നിലുള്ള കുറെ കാര്യങ്ങൾ, ആ ഷോപ്പ് ഇടാൻ ആഗ്രഹമുണ്ട് അല്ലെ, സ്റ്റിച്ചിങ്, അതിനെന്താ ചെയ്യേണ്ടത്? സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, ഷോപ്പ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? ആക്ഷൻ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത്? മനസ്സിലായോ? അവിടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി നോക്കുക. ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ലാക്ക് ഓഫ് സംതിങ് ആണോ? എന്തെങ്കിലും ഇല്ലായ്മയാണോ? ഇനി എന്തെങ്കിലും പേടികളാണോ? ഇനി ആരുടെങ്കിലും മണി അല്ലേ, യെസ്, മണി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ചാൽ വരുന്ന കാര്യമല്ല, നമുക്ക് അതിലേക്ക് വരാം. അതേപോലെ തന്നെ എന്താണ്, ആരുടെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ആണോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തല്ല സ്വാധീനാണോ? ഇത് എന്താന്നുള്ളത് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തുക. കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തുക അതില്. ആ ക്ലാരിറ്റി വരുമ്പോ തന്നെ യെസ്, ഞാൻ ഇതാണല്ലേ ചെയ്യേണ്ടത് അല്ലെ, ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മണിയുടെ ഒരു കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്കത് എസെൻഷ്യൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയട്ടെ, നമ്മൾ അതിന് വേണ്ട ഒരു പണം എങ്ങനെയാണോ, നമ്മളിപ്പോ സ്റ്റിച്ചിങ്ങിന്റെ ഷോപ്പ് ആണെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, ബിഗിനിങ്. സ്വന്തമായിട്ട് ആദ്യം നമ്മൾ വലിയ ഷോപ്പ് ഇടുന്നതിനേക്കാൾ നമുക്ക് സ്വന്തമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റാന്ന് നോക്കുക. അത് വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു സർജറി വേണം, അല്ലെ പെട്ടെന്നൊരു എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യം ഒരു കാര്യം വേണം, അതിന് നമ്മൾ എന്തായാലും ഇത്ര പണമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കും. അതേപോലെ ചിലപ്പോൾ ആരെങ്കിലും ഒരു സഹായം വേണ്ടി വരും, ചിലപ്പോൾ ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അതിന് കുറച്ചെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മൾ അതിനൊന്ന് ട്രൈ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ചോദിക്കാനും മടി ഉണ്ടാകും, അതും ഒരു ഫാക്ടറാണ്. മറ്റുള്ളവരോട് എങ്ങനെയാ ചോദിക്കുക അല്ലെ? പക്ഷെ വെറുതെ ചോദിച്ച് കടം വാങ്ങി ഷോപ്പ് ഇടാൻ പാടില്ല. യു ഹാവ് ടു ലേൺ അബൌട്ട് ഇറ്റ്. അത് ആ ഒരു ഷോപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, പൊട്ടിപ്പോകുമോ എന്നുള്ള പേടി, അതെന്തുകൊണ്ടാ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കുക. എനിക്ക് ഫിയർ ആണോ ഉള്ളത്? എനിക്ക് ലാക്ക് ഓഫ് സംതിങ് ആണോ ഉള്ളത്? അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇൻഫ്ലുവൻസ് ആണോ? എന്നെ എപ്പോഴും വേണ്ടാന്ന് പറയുന്ന എന്തെങ്കിലും ആണോ? അല്ലെങ്കിൽ എന്തിൽ നിന്നും ഡിസ്ട്രാക്ഷൻസ് ആണോ? ഞാൻ എന്തെങ്കിലും നിർത്തേണ്ടതുണ്ടോ? സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ? അല്ലെ, ഗവൺമെന്റ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് വേണ്ടത്? ഗവൺമെന്റ് ടീച്ചർ ആണെങ്കിൽ നമ്മൾ PSC എഴുതി കയറണം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ പൈസ കെട്ടി വെച്ചിട്ട് കയറണം അല്ലെ. ഇനി ഗവൺമെന്റ് ടീച്ചർ അല്ലെങ്കിൽ, ഇനിയിപ്പോ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നില്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് പറ്റുന്ന ആ ഒരു എന്റെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അല്ലെ. ഗവൺമെന്റ് ടീച്ചർ ആവാന്നുള്ളത് മാത്രമല്ല, അതൊരു മോശം ജോലി ആണെന്നല്ല ഞാൻ പറഞ്ഞു, ഞാനൊരു ടീച്ചറാണ്. അതേസമയം ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ A മാത്രമല്ല, ഒരു പ്ലാൻ B ഉണ്ടായിരിക്കണം. ഇനി ഇതില്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ ഓവർലോഡ് എടുക്കാനുള്ള മടി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഗോൾസ് നല്ല രീതിയിൽ സ്പെസിഫിക് ആയിട്ട് മെഷറബിൾ ആയിട്ട് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാം. റിട്ടേൺ ഞാൻ ചോദിക്കട്ടെ, ഹലീമ മാം ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾസിന് യെസ് ഉണ്ട്. അപ്പൊ ആ ഫൈനൽ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്നുള്ളതിനേക്കാൾ അത് ആ ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതിനു വേണ്ടി അതിന് നമ്മൾ ഇയർലി ഗോൾ അല്ലെങ്കിൽ മന്ത്ലി ഗോൾ, 6 മന്ത് 3 മന്തിനേക്കുള്ള
അല്ലെങ്കിൽ വീക്ക്ലി ഗോൾ, അങ്ങനെ സ്റ്റെപ്പ് എന്താ പറയാ മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ചെറിയൊരു എക്സാമ്പിൾ പറയാം, ഒരു ബുക്ക് റീഡിംഗ് ആണെങ്കിൽ, ഒരു ബുക്ക് റീഡിംഗ് ആണ്, എനിക്കൊരു ബുക്ക് വായിക്കണം, ആ ബുക്ക് ഒന്നായിട്ടും കൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട്, ഇത്രയും വലിയ ബുക്ക് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി തോന്നും, അല്ലെങ്കിൽ എനിക്കിത് സമയം കിട്ടുമോ എന്നുള്ളൊരു പേടി തോന്നും. അവിടെ നമ്മൾ നമ്മുടെ ടൈമിനൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള എന്താ പറയാ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്നാ ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ടിങ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ആ നമ്മുടെ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. അതായിരുന്നു നിങ്ങൾക്ക് ഇന്ന് ടോപ്പിക്ക് വരേണ്ടത്, നമ്മുടെ ലൈല മാം എടുക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഇൻകൺവീനിയൻസ് വന്ന കാരണമാണ്. ആ ഒരു ടോപ്പിക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാം എടുത്തു തരും, നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടൻസ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് എൻകറേജിങ് പീപ്പിൾ. ഇവിടെ ഈ പേടി മാറ്റാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് എൻകറേജ് ചെയ്യാൻ, നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ എനർജിയുടെ ഒരു കുറവുണ്ടാവും. പലപ്പോഴും മേലെ വന്ന ഒരു മറുപടി ആയിരുന്നു പലപ്പോഴും ഡൗൺ ആയി പോകുന്നു, പല സമയത്ത് ഡൗൺ ആയി പോകുന്നു. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുക, സപ്പോർട്ടിങ് പീപ്പിൾ ആയിരിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഒരു തവണ പരാജയപ്പെട്ടാൽ, നമ്മൾ പറയാറുണ്ടല്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ പറയാറില്ലേ, ഒരു തവണ പരാജയപ്പെട്ടാല് പിന്നീട് എന്താണ് ആ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പരാജയത്തിനെ അംഗീകരിക്കാനോ നമുക്ക് ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പേടി തന്നെയായിരിക്കും. പക്ഷെ പരാജയത്തെ എന്താ പറയാ അതിനെ ഏറ്റെടുക്കാൻ നമ്മൾ കേട്ടില്ലേ, ഈ സമയം കടന്നു പോകും, ഈ സമയം കടന്നു പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നില്ലല്ലോ. ഒരു വിഷമം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഞാൻ പറയാണ് ഈ സമയം കടന്നു പോകുമ്പോ ചിലർ ചോദിക്കും, എന്റെ ലൈഫിൽ നിന്ന് എന്താ അത് കടന്നു പോവാത്തെ, എന്തുകൊണ്ടാ? അത് റിപ്പീറ്റഡ്ലി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വിഷമാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ റിപ്പീറ്റഡ്ലി ആ ഒരു അവസ്ഥയെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മൈൻഡിലിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ തോട്ട് എന്ന് പറയാറുണ്ട് അല്ലേ. ആ ഒരു ഇൻസിഡന്റിനെ വീണ്ടും വീണ്ടും മൈൻഡിൽ ഒരു തവണയെ സംഭവിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ മൈൻഡിലിട്ട് വീണ്ടും വീണ്ടും അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ വീണ്ടും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു റിയാലിറ്റി ആയി മാറുകയാണ്. അതുകൊണ്ട് ആ സമയം നമുക്ക് കടന്നു പോകുന്നില്ല, അത് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ബൂമറാങ് പോലെ അല്ലേ. നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മുടെ ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് നേരെ തിരിച്ചു പിടിച്ചൊരു കണ്ണാടിയാന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ചെയ്യുന്നുണ്ട്. ഷോപ്പിടാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് അവിടെ ആ ഒരു ഷോപ്പിടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ആ ഒരു കാര്യം ഒന്ന് പ്ലാൻ ചെയ്യൂ. ഷോപ്പിടാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിന് എനിക്ക് ആരാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. വെറുതെ പണമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമല്ല, നമുക്ക് അതിന് കുറേ അല്ലെ, ഒരു സ്ഥലം വേണം, ഒരു ഷോപ്പ് വേണം, അത് തരാൻ ആരുണ്ട്, അതിന് എത്ര പണമാവും, ആ പണത്തിലേക്ക് എനിക്ക് തൽക്കാലം എങ്ങനെ എത്താൻ കഴിയും, അത് എത്തിയാൽ തന്നെ എനിക്ക് എങ്ങനെ എത്ര സമയം ജോലി ചെയ്തിട്ട്, ഞാൻ മാത്രമാണെങ്കിൽ എത്ര സമയം ജോലി ചെയ്തിട്ട് എനിക്കത് കൂടെ ജോലി ചെയ്യാൻ ആളുകൾ വേണം, അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലാൻ ഉണ്ടാക്കുക, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ പരാജയത്തെ നേരിടാനുള്ള ഒരു എന്ത് വേണം നമുക്ക്, ആ ഒരു മെന്റാലിറ്റി വേണമെന്ന് മാത്രമല്ല, വീണ്ടും നമ്മൾ മൈൻഡിലിട്ട് റീക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് റീക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ സീക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പാർട്ണർ വിത്ത് എ മെന്റർ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മെന്റർ ആയിട്ടുള്ള ഒരു പാർട്ണർ, സപ്പോർട്ടർ, നമ്മളെങ്ങനെ പുഷ് ചെയ്യുന്ന, എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടർ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പുഷ്, അത് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലായാലും നമുക്ക് അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാവും, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരാളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. നമ്മുടെ ലൈഫ് പാർട്ട്ണർ തന്നെ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും, നമ്മൾ തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിനൊക്കെ കുറച്ച് സൈക്കോളജിക്കൽ ടെക്നിക്കും കൂടെ ഉണ്ട്. എങ്ങനെ ആക്ഷൻ എടുക്കാന്ന് ചോദിച്ചാൽ, പലതും നിങ്ങൾ എന്താ പറയാ പരീക്ഷിച്ചിട്ടുണ്ടാകും, എന്നാലും ഞാൻ പറയാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ കൂടുതൽ സമയവും നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതിലേക്കാണ് നമ്മൾ ആയിത്തീരാന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് ദിവസം നിങ്ങൾ എത്ര തവണ ചിന്തിക്കാറുണ്ട്? ആ ചിന്തിക്കാറുണ്ടെങ്കിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഷോപ്പിടാൻ പറ്റുന്നില്ലല്ലോ എന്നാണോ ചിന്തിക്കുന്നത്? അതല്ല, എനിക്ക് ഇങ്ങനെ ഒരു ഞാനൊരു ഷോപ്പ് ഇടുന്നുണ്ട്, ഞാൻ എൻ്റെ ഗോളിലേക്ക് എത്തുന്നുണ്ട്, അത് എന്റെ ജോലിക്കാർ വരുന്നുണ്ട്, അതിലേക്ക് ഇത്ര വരും, അങ്ങനെ ആ രീതിയിലാണ്. ആ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്.
സക്സസ്ഫുള്ളി നിങ്ങളുടെ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കണ്ടാൽ മാത്രം പോരാ. വിത്ത് അവർ 5 സെൻസസ്, നമ്മുടെ 5 സെൻസ് നമ്മൾ കാണണം, നമുക്കതിങ്ങനെ ഫീൽ ചെയ്യണം, നമുക്കങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട്. അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ സൗണ്ട് ഒക്കെ നമ്മളിങ്ങനെ കേൾക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ ഇരുന്നിട്ട് ജോലികൾ അല്ലെ, കുറെ ആളുകൾ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യും, കുറെ ജോലിക്കാരുണ്ട്, അവർ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ശബ്ദമൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം. ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്കത് കേൾക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, അവിടെയുള്ള ഒരു സ്മെല്ല് എന്ന് തന്നെ പറയാം. പുതിയ ഡ്രസ്സിന്റെ ഒക്കെ ഒരു അങ്ങനെ എന്താണോ ആ ഒരു സ്മെല്ല് ചെയ്യാൻ പറ്റണം. നമുക്ക് ടച്ച് ചെയ്തിട്ട് ആ തുണി ഇങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ. അങ്ങനെ വിഷ്വലൈസേഷൻ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് കുറച്ച് സമയം എന്റെ ഗോൾ ഞാൻ എഴുതുന്ന സമയത്ത് വൺസ് അല്ലെ, ജാനുവരി 1 ഞാൻ എന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അന്ന് മാത്രം എന്റെ ഗോളിനെ കുറിച്ച് ഞാൻ വിഷ്വൽ കണ്ടാൽ പോരാ. അതേപോലെ പോസിറ്റീവ് അഫർമേഷൻസ് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ പറയണം പോസിറ്റീവായിട്ട്. ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ പറയണം ഇറ്റ്സ് ഓക്കെ അല്ലേ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതേപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിരിക്കുക, സ്ട്രെസ് മാനേജ്മെന്റ് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മാത്രമല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഡെയിലി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാത്തവരൊന്നും ആയിരിക്കില്ല നമ്മൾ. അതിന് നമ്മൾ റിവാർഡ്സ്, നമ്മൾ നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക. ചെയ്യാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രാക്ടീസ് ചെയ്യും. യെസ്, അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സറിഞ്ഞില്ലേ എനിക്കിത് പറ്റുന്നുണ്ട്, ഐ എം ഗ്രേറ്റ് എന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ടെക്നിക്കാണ്. അതേപോലെ നിങ്ങൾക്ക് തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും റിവാർഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും റിവാർഡ്, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്, നമ്മുടെ എനർജി ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്. അതേപോലെ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈ ബാരിയേഴ്സിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ലാക്ക് ഓഫ് സംതിങ് എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക. ലൈഫിൽ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഡെയിലി റുട്ടീൻ, വീക്ക്ലി റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 മന്ത് പ്ലാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ എനിക്ക് ഒരു 3 മാസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരു 3 മന്ത് പ്ലാൻ എപ്പോഴും നമ്മുടെ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 3 മന്ത് പ്ലാൻ ഇല്ലാണ്ട് നമ്മളൊരു കാര്യം ഇന്നിങ്ങനെ ചെയ്യാന്നുള്ളത് 3 മന്ത് പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ ഈ ഇൻഫ്ലുവൻസിനെയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി നമ്മുടെ ബിഹേവിയറിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രാക്ടിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരും. യെസ് ഓർ നോ? യെസ് ഓർ നോ? വരൂലേ? അങ്ങനെ ഫീൽ ചെയ്ത് ആരും ഇല്ലേ ഇവിടെ? വെറുതെ ഗോൾ സെറ്റ് ചെയ്ത് അങ്ങ് പോയി എന്നല്ലാതെ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത സമയത്ത് അല്ലെ? അപ്പൊ ഈ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യെസ് ഗ്രേറ്റ്, ഫുഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഗ്രേറ്റ്. അതേപോലെ നമ്മൾ നമ്മളെ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഒന്ന് യെസ് അടിപൊളിയായിട്ടുണ്ട് അല്ലെ? ഓരോ കാര്യത്തിലും നമ്മൾ ആ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്നിട്ട് ആ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇത് എനിക്ക് വേണ്ടിയാണ് അല്ലെ, എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, ഐ എം ടേക്കിംഗ് കെയർ ഓഫ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യാണ് അല്ലെ? ആ രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ഈ പറയുന്ന എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മളിലൊരു മാറ്റം വരുത്തുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മാറി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ തന്നെ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ലെവലൊക്കെ അങ്ങ് മാറാൻ തുടങ്ങും. ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒക്കെ അങ്ങ് മാറാൻ തുടങ്ങും. ഇത് നമ്മൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ, ഞാൻ എന്തിന് കൊള്ളാം, ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് ലെവല് എന്താക്കാൻ പോകുന്നില്ല, മുകളിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അതൊരിക്കലും അവിടെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ സമയം കടന്നു പോകുന്നുണ്ടാകും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, ആ ട്രാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ പെട്ടുപോയ കെണിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കുക, എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് അല്ലേ? എന്നെ കെയർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടല്ലേ വേറൊരാൾ വരുമോ? വേറെ ആൾ വരുമ്പോ അവർക്ക് അവരുടെ ലൈഫിന്റെ ഉത്തരവാദിത്തല്ലേ? അത് കഴിഞ്ഞിട്ടല്ല അവരുടെ മെന്റൽ സ്റ്റേറ്റ്. അത് എപ്പോഴും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ. മറ്റൊരാൾ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ പരാതി പറയാൻ പറ്റുമോ? നോ.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, എന്നിട്ട് സ്വന്തം ഒന്ന് മനസ്സിലാക്കുക എന്തിന്റെ പോരായ, എനിക്കെന്ത്. നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് എനിക്ക് എന്തിന്റെ കേടാന്ന് ചോദിക്കും, സ്വന്തം ഒന്ന് ചോദിക്കുക എനിക്ക് എന്തിന്റെ കേടാ, എനിക്ക് എന്ത് കുഴപ്പമുള്ളത് അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആണുള്ളത്. പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നികത്തേണ്ട എന്തെങ്കിലും ഇല്ലായ്മകൾ, പോരായ്മ, യെസ്, അറിവില്ലായ്മ തന്നെയാണ് മെയിൻ ആയിട്ട്, നോളേജ് പാർട്ട് തന്നെയാണ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ഷനിലേക്ക് വരും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ടൈം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് എടുക്കാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലാഡർ നമുക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാതെ ഏറ്റവും ടോപ്പിൽ, നമ്മളിപ്പോഴും നോക്കുന്ന ടോപ്പിലേക്ക് ആയിരിക്കും ആ ഫൈനൽ ഗോൾ. ആ ഫൈനൽ ഗോളിലേക്ക് എത്തണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോയേ പറ്റൂ. യെസ് ഓർ നോ? അപ്പൊ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ ഉദ്ദേശം മേലെ നോക്കി കയറി നിന്നിട്ട് താഴെയുള്ള വ്യൂ നന്നായിട്ട് കാണാന്നുള്ളതായിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലോ സെക്കൻഡ് സ്റ്റെപ്പിലോ തേർഡ് സ്റ്റെപ്പിലോ ഫോർത്ത് സ്റ്റെപ്പിലോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കോളണമെന്നില്ല, നിങ്ങൾ കണ്ടോളണമെന്നില്ല, ഉദ്ദേശിക്കുന്ന വ്യൂ നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടുണ്ടോ? നോ. അത്രയും കേറാൻ പറ്റിയതിന്, ഇപ്പൊ ഈ സെഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയതിന് നിങ്ങൾ സെൽഫിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മൾ സെൽഫിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ മാത്രമേ നമുക്ക് മേലേക്ക് കയറാൻ പറ്റുള്ളൂ. സാറിനോ? അതാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ആക്ഷൻ എടുക്കണമെങ്കിൽ ഇനി ഇതിന്റെയും ബിഹൈൻഡ് വേറെ ഒരുപാട് റീസൺസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്തുണ്ട്. അത് നമ്മൾ സക്സസ് ഫോർമുല പാർട്ട് 3ലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറയും അതിന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നൊക്കെ ഉള്ളത്. ആ ഒരു സെഷനുമായിട്ട് എന്താ പറയാ, ഞാൻ വരുന്നുണ്ടാവും. അതിന് മുമ്പേ നമ്മുടെ ലൈല മാം നമ്മുടെ നെറ്റ്വർക്കിനെ കുറിച്ച്, നെറ്റ്വർക്ക് ഇസ് യുവർ നെറ്റ്വർക്കിനെ കുറിച്ച് എടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ സെഷനിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാനുണ്ട്. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പേ ചെറിയൊരു മെഡിറ്റേഷനോട് കൂടി നമുക്ക് എന്താ പറയാ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഈ ആക്ഷൻ എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് എപ്പോഴാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടെത്തി എനിക്ക് എന്താണ്, അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു. സെഷൻസ് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് സെഷൻസ് എടുക്കണം, എനിക്ക് ഇതുപോലെ സംസാരിക്കണം. അവിടെയാണ് അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ ഞാൻ എടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ റെറ്റോറിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അല്ലെ കോഴ്സ് കഴിഞ്ഞ ആളുകളും ഇവിടെ വന്നിട്ട് ട്യൂസ്ഡേ വെബിനാർസ് എടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ട്യൂസ്ഡേ ഞാൻ പറഞ്ഞ പോലെ ഇൻകൺവീനിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ മാത്രമല്ല, അപ്പോഴാണ് നമ്മൾ എന്താ പറയാ, നമ്മൾ മാത്രമല്ല നമുക്ക് മറ്റുള്ളവരും കൂടെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ലൈഫിന്റെ പർപ്പസിനെ മീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും എനിക്ക് കോടികൾ ഉണ്ടാക്കണം, എനിക്ക് വലിയ വീടുണ്ടാക്കണം, എനിക്ക് ഇന്ന കാറ് കിട്ടണം, അപ്പൊ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയാം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസിനെ മീറ്റ് ചെയ്യുന്നില്ല. അവിടെ പർപ്പസിനെ മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഈ കോടികൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന സമയത്ത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്നിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് എന്റെ വാക്കിലൂടെ, അല്ലെങ്കിൽ എനിക്ക് പുഞ്ചിരിക്കാൻ പറ്റാതെ, എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റാതെ, എനിക്ക് തന്നെ പുഞ്ചിരി തരാൻ പറ്റുക, കണ്ണാടിയിൽ നോക്കി എനിക്ക് എന്നോട് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ എനിക്ക് എങ്ങനെ മറ്റൊരാളോട് പുഞ്ചിരിക്കാൻ പറ്റും? യെസ് ഓർ നോ? കഴിയില്ല. അപ്പൊ അവിടെയാണ് നമ്മളിൽ എന്താണോ മാറ്റം ഉണ്ടാക്കേണ്ടത്, ആ മാറ്റം ഉണ്ടാക്കിയ ശേഷം അതിനെന്താണോ തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 4 കാര്യങ്ങൾ എഴുതി എന്താണോ എന്റെ തടസ്സം അത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോ നമുക്ക് മെഡിറ്റേഷൻ വേണോ? യെസ് ഓർ നോ? ഒന്ന് പറഞ്ഞേ, എല്ലാരും പോയോ? ഉറങ്ങിപ്പോയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ ആവാം അല്ലേ? യെസ് 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 യെസ്. ജസ്റ്റ് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷനിലേക്ക് പോവാം നമുക്ക്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടോ? പടി അതന്നെയാണ് നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 1% ചേഞ്ച് ആണ്. ഒരു 360 ഡിഗ്രി ചേഞ്ച് നമുക്ക് വരണമെങ്കിൽ നമുക്കൊരു സർക്കിൾ ഒരൊറ്റ സ്ട്രെച്ചിൽ പെട്ടെന്ന് ഒരു പോയിന്റ് നിന്ന് തുടങ്ങി രണ്ടാമത്തെ പോയിന്റിൽ സർക്കിൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല.
ഒരു പോയിന്റ് തുടങ്ങി സെക്കൻഡ് പോയിന്റിൽ സർക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ത്രൂ മെനി ഡോട്ട്സ് മെനി പോയിന്റ്സ് ആണ്. ഒരുപാട് പോയിന്റ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സർക്കിളും സക്സസ് എന്ന് പറയുന്നത്. അത് പടിപടിയായിട്ട് തന്നെയാണ്. അവിടെ ഒരിക്കലും നിങ്ങൾ ഒരൊറ്റ ചാട്ടത്തിന് മേലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്, ഡോണ്ട് സ്റ്റോപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്, കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴാണ്, അവിടെ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകുമ്പോഴാണ്, അവിടെ നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു മൊമെന്റ്, ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോവാതിരിക്കുന്നത്. അതേസമയം അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവിടെ നമ്മുടെ വിഷ്വലൈസേഷൻ, നിങ്ങളുടെ അഫർമേഷനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയവും സിറ്റുവേഷനും തീർച്ചയായും നിങ്ങളിൽ നിന്ന് കടന്നു പോവുക തന്നെ ചെയ്യും. ഇനി കടന്നു പോകുന്നില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുന്നോട്ട് പോകും. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു സെക്കൻഡേ, എല്ലാവരും ക്യാമറ ഓഫാണ്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓഫ് ചെയ്യാൻ പറയേണ്ട കാര്യമല്ല അല്ലേ? അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. നമ്മുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിങ്ങിന്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 25th ഇപ്പൊ കറന്റ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് താല്പര്യമുള്ളവര്, അതും ഒരു നോളേജ് പാർട്ടാണ് കേട്ടോ, അതും ഒരു ലേണിംഗ് പാർട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ, ഫിയർ ഫാക്ടറും കോൺഫിഡൻസ് ഫാക്ടറും അതിനെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ഒരു ലേണിംഗ് പാർട്ട് തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. പലപ്പോഴും ഇവിടെ പറഞ്ഞ പണത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് പലതും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് നമുക്കുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കിടയിൽ ഇടപെടാൻ, ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, അതൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ടീമിൽ വർക്ക് ചെയ്യാൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ചിലപ്പോൾ അവിടേക്കാണ് നമ്മൾ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയാം. ഒരാളോട് ഒരു സംഗതി ചോദിച്ച് മനസ്സിലാക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയാം. അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ പറയാണ്, നമ്മുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മുടെ അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, സോ നമ്മള് എന്താ പറയാ, തൽക്കാലം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട്, മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നിരിക്കുക. വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ മൈൻഡ് വല്ലാണ്ട് ഡിസ്റ്റർബ് ആകുന്നവരൊന്നും എന്താ പറയാ, കോൺസെൻട്രേഷൻ ജസ്റ്റ് ഇരുന്നോളൂ. മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഒരിക്കലും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ആവരുത്, ജസ്റ്റ് ഇരിക്കുക. അതേപോലെ തന്നെ ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇനി ശ്രദ്ധ മാറി പോകുന്നുണ്ടെങ്കിൽ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും ആ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മളൊരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. നമ്മളെ ഒരു എന്താ പറയാ, നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആണ്, എന്നാലും എന്താ പറയാ നല്ല രീതിയിൽ ഇരിക്കുക, ഒരു നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് വളരെ എന്താ പറയാ, വളരെ സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നോർമൽ ബ്രീത്ത് എടുത്തുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. വളരെ ഡീപ്പായിട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ബ്രീത്ത് എടുക്കുക, വളരെ നോർമൽ ആയിട്ട്. ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആവുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങളുടെ ശരീരം മുഴുവൻ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവുകയാണ് ഓരോ ബ്രീത്തിങ്ങിലും. ഇനി ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ശ്വാസത്തിൽ മാത്രം ഉള്ളിലേക്ക് പോകുന്ന ആ വായുവിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം ബ്രീത്ത് ഔട്ട്.
Again, take a deep breath in. ഒരാഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒന്ന് റിലാക്സ്ഡ് ആവുക. അതിനുശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. Take a deep breath in and breathe out. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തും നിങ്ങളുടെ ശരീരവും മനസ്സും വളരെയധികം റിലാക്സ്ഡ് ആവുകയാണ്. നിങ്ങളുടെ കൈകൾ, കാലുകൾ തുടങ്ങിയ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വളരെയധികം റിലാക്സ്ഡ് ആവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ചിലപ്പോൾ പലതരത്തിലുള്ള ചിന്തകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിനെ അലട്ടുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായേക്കാം. ചിലപ്പോൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടാവാം. പലതരത്തിലുള്ള മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ ചലഞ്ചസിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങൾ. പലതരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അതിനൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഗോളുകളും ഉള്ള എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മടി കാരണം, പേടി കാരണം, അലസത കാരണം, മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ള പേടി കാരണം പലതും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. അത് നിങ്ങളെ ചിലപ്പോൾ മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ശരീരത്തിനെയും പലതരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോഴും അത് കംപ്ലീറ്റ്ലി അംഗീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. എങ്കിലും അത് അംഗീകരിക്കാതെ പ്രയാസപ്പെട്ടത് കൊണ്ടോ മനസ്സിനെ വീണ്ടും വീണ്ടും അത് ഓർത്ത് കീറി മുറിച്ചത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. അതേസമയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കും തോറും മനസ്സും ശരീരവും വീണ്ടും വീണ്ടും രോഗാവസ്ഥയിലേക്കും ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും പോകുമെന്നുള്ള ഒരു റിയലൈസേഷൻ, ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയതിനെ, ചിന്തിച്ചതിനെ, പ്രവർത്തിച്ചതിനെ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതിനെ, സ്വന്തത്തെ കുറ്റം പറഞ്ഞതിനെ, സ്വന്തത്തെ വേദനിപ്പിച്ചതിനെ, മാറ്റിവെച്ചതിനെ, മടി കാണിച്ചതിനെ, അലസമായതിനെ, പ്ലാൻ ചെയ്യാതിരുന്നതിനെ, എല്ലാ സംഗതികളെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, അംഗീകരിക്കുകയാണ്. ഇനി മുതൽ ഇങ്ങനെയുള്ള എന്തെല്ലാം പോരായ്മകൾ എന്നിലൂടെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ എന്ന വ്യക്തി, എൻ്റെ ലൈഫ്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, ഇതെല്ലാം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എനിക്ക് കണ്ണു തുറന്നാൽ എനിക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, എനിക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്, ഇതെല്ലാം എൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതിനെ മനസ്സിലാക്കാതെ പല സിറ്റുവേഷൻസിലൂടെയും പ്രയാസങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് കടന്നുപോയ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം, അങ്ങനെ കഴിഞ്ഞു പോയ ഓരോ സംഗതികൾക്കും ഞാൻ എനിക്ക് തന്നെ സ്വയം മാപ്പ് കൊടുക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ആ ഒരു ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. I forgive myself. I love myself. I accept myself. It's okay. It's okay.
നിലവിലുള്ള എന്നെ എനിക്കിന്ന് ഇരുന്ന് ഈ ഒരു കാര്യം കേൾക്കാൻ കഴിയുന്നതിന് ഞാൻ എന്നോട് തന്നെ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള വഴി ഒരുക്കിയ എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. താങ്ക് ഗോഡ്. താങ്ക് യു ഓൾമൈറ്റി. താങ്ക് യു ഓൾമൈറ്റി. എല്ലാ കാര്യങ്ങൾക്കും, കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്നോട് തന്നെ മാപ്പ് ചോദിക്കുന്നു. ഐ എം സോറി. ഐ എം സോറി. പ്ലീസ് forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. എനിക്കറിയാം, പലപ്പോഴായി എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ ആവർത്തിച്ചു വന്ന ചിന്തകളിലൂടെ ഞാൻ സൃഷ്ടിച്ചെടുത്ത പല കാര്യങ്ങളുമാണ് ഇന്നെൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് പോലും ഉത്തരവാദിത്തമില്ലാതെയും പല കാര്യങ്ങളും എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടായേക്കാം. എങ്ങനെയൊക്കെ ആണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും, എല്ലാത്തിനും, കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങൾക്കും സ്വയം മാപ്പ് നൽകിക്കൊണ്ട്, എന്നോട് തന്നെ പുറത്തുകൊണ്ട്, എന്നെ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഹീലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ, എനിക്കിന്ന് എല്ലാവരെയും സ്നേഹിക്കാനുള്ള, എന്നെ ഉപദ്രവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവാം ലൈഫിൽ. പക്ഷെ അവരും കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ എത്ര മറക്കാനും പൊറുക്കാനും പറ്റാത്തതായാലും എൻ്റെ ശരീരത്തിന് വേണ്ടി, എൻ്റെ മനസ്സിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, എൻ്റെ ആഗ്രഹത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ വേണ്ടി, എൻ്റെ സ്വപ്നത്തിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി, ആക്ഷൻ എടുക്കാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ആക്ഷൻസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കാൻ വേണ്ടി, മറ്റുള്ളവരോടുള്ള ചിന്തയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഒഴിവായിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. എന്നോടും മറ്റുള്ളവരോടും പുറത്തു കൊടുക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നു. ഇറ്റ്സ് ഓക്കെ. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. അതേപോലെ ഐ ലവ് എവ്രി വൺ. എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നു. ഇന്നു മുതൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത്, ആക്ഷൻ എടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മടി പിടിച്ചിരിക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എനിക്ക് എത്താൻ കഴിയൂ. ഇതെനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ ആക്ഷൻ എടുക്കുകയാണ്. നിങ്ങളെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് ചെയ്യുന്നതായിട്ട്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട്, അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും എഴുതി തയ്യാറാക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോസിറ്റീവായ രീതിയിൽ നിങ്ങളിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആരൊക്കെയാണോ നിങ്ങളുടെ ഫാമിലിയിലുള്ളത് അവരൊക്കെ നിങ്ങളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് ആഗ്രഹമാണോ, എന്ത് ഗോളാണോ നിങ്ങൾക്ക് നേടേണ്ടത്, അത് നേടാൻ വേണ്ടി ഓരോരുത്തരായിട്ട് നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതിനു വേണ്ട പണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണോ, അവരൊക്കെ നിങ്ങളെ അതിനു വേണ്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നടത്തി തന്നതിന് സൃഷ്ടാവിനോട്, പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി അറിയിക്കുക. എല്ലാം നടന്നു കിട്ടിയതായിട്ടും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ച ഓരോ കാര്യങ്ങളും നടന്നതായിട്ടും അതിന്റെ എൻഡ് റിസൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് പണം എത്തുന്നതായിട്ടും ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നതായിട്ടും, നിങ്ങളുടെ വാലറ്റിലും നിങ്ങളുടെ പേഴ്സിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഷെൽഫിലും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക. ആ ഒരു വിഷ്വലൈസേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. എല്ലാവരോടും, ചുറ്റുമുള്ള എല്ലാവരോടും, എല്ലാത്തിനോടും, ഇരിക്കുന്ന കസേരയോട് പോലും, കേൾക്കുന്ന, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിന് പോലും നന്ദി പറയുക. എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും നന്ദി, എല്ലാത്തിനും നന്ദി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ.
താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ തിരിച്ചെല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കും ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ വേറെ പേഴ്സൺ ഓഫ് ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിന് ചെറിയ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന രീതിയിൽ, ഫൊർഗീവ്നെസ് കൊടുക്കുന്ന രീതിയിൽ, സ്വന്തത്തെ സ്നേഹിക്കുന്ന രീതിയിൽ, സ്വന്തത്തെ അഭിനന്ദിക്കുന്ന രീതിയിൽ, വായന തുടങ്ങുന്ന രീതിയിൽ, പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ എല്ലാത്തിലും ഓരോന്നോരോന്നായിട്ട് മാറ്റം വരുത്തുന്നതായിട്ടും, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെ, നിങ്ങളുടെ അപ്പിയറൻസിനെ തന്നെ, നിങ്ങളുടെ സന്തോഷത്തിനെ തന്നെ 10 മടങ്ങ് ഉയർത്തുന്നതായിട്ടും സങ്കല്പിക്കുക. നിങ്ങളൊരു നല്ല വ്യക്തിയായിട്ട്, ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട്, എവറി ഡേ ഇൻ എവറി വേ യു ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ സമയത്തും നിങ്ങൾ ബെറ്റർ ആയിരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നല്ല ഒരു, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്, സന്തോഷത്തോടു കൂടിയുള്ള, പുഞ്ചിരിച്ചുകൊണ്ടുള്ള, സമാധാനത്തോടു കൂടിയുള്ള, സന്തോഷം, സമാധാനം, സമ്പത്ത്, ആരോഗ്യം, ഇതെല്ലാമുള്ള അവസ്ഥയിലുള്ള വളരെ സന്തോഷമുള്ള നിങ്ങളെ തന്നെ ഒന്ന് മുന്നിൽ സങ്കല്പിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ പൂർണ്ണമായും ഒന്ന് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട്, ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് സാവധാനം, വളരെ സാവധാനം റിലാക്സ്ഡ് ആയിട്ട് കണ്ണു തുറക്കാവുന്നതാണ്. ആ കൈകൾ വേണമെങ്കിൽ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് ശരീരത്തിൽ, മുഖത്തൊക്കെ ആ ഒരു എനർജി ഒന്ന് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ. മെഡിറ്റേഷൻ ഫീൽ ചെയ്തോ? ക്ലാസ് ഫീൽ ചെയ്തോ? ഒന്ന് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന്, എല്ലാവരും ഇപ്പൊ ലീവ് ചെയ്ത് പോകും എനിക്കറിയാം, എന്നാലും ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ക്ലാസ്സിനെ കുറിച്ചോ പറയാൻ ഉണ്ടെങ്കിൽ, പറയാൻ പറ്റുമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. സലീം സർ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. സലീം സാർ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു സർ. നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ സാറ്? ഗ്രോ വിത്ത് റെറ്റോറിയ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നമ്മുടെ പാർട്ട് 3 സക്സസ് ഫോർമുല വരുന്നുണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട്. അപ്പൊ അതിലേക്ക് സെഷനിൽ ഉണ്ടായിട്ടിരിക്കുക. അതേപോലെ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അതർവൈസ് സൂപ്പർ ക്ലാസ് മാം. താങ്ക് യു സോ മച്ച്. മാമിന്റെ സൗണ്ട് മെഡിറ്റേഷന് പറ്റിയ സൗണ്ടാണ്, സൂപ്പറാണ്. താങ്ക് യു. സക്സസിന്റെ ഒരു നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവിലൂടെ എത്താന്നുള്ളത് ഭയങ്കര, എനിക്കൊരു ഫീൽ ചെയ്തു, നന്നായി ഫീൽ ചെയ്തു. അത് കുറച്ച് നാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇത്തിരി കൂടുതലായി. അത് ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കും ഞാൻ എന്തായാലും. താങ്ക് യു മാം. നമ്മുടെ കമ്മ്യൂണിറ്റി അതിനു വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. സെഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരിക്കുക നമ്മുടെ സെഷൻ കോഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. ഹലീമ മാമിന് എന്തോ സംസാരിക്കാനുണ്ടല്ലോ. ഹലോ മാം. പറഞ്ഞോളൂ. ആയിരുന്നു വിഷ്വലൈസേഷൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയോ? ആഗ്രഹിച്ച കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയോ? പറ്റിയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നതിൽ വളരെ നന്ദി. ഗോൾ സെറ്റ് ചെയ്യാൻ രീതിയിലായിരുന്നെന്ന് പറഞ്ഞു തന്നത് അതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ? 10:16 ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ആർക്കും ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു.